ഹലോ ഗായ്സ്, വെൽക്കം ടു മെഡ്ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റലാണ്. ഭയങ്കര എളുപ്പമാണ്. ആ ഒരു മേജർ ടേമുകൾ മാത്രം നോക്കിയാൽ മതിയായിരിക്കും. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഓരോ ഹോസ്പിറ്റലിനും ഓരോ രീതിയാണ്. അതായത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതികളിലായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് സാറ്റലൈറ്റ് ഫാർമസി അറിയാം, യൂണിറ്റ് ഡോസ് ഡിസ്ട്രിബ്യൂഷൻ അറിയാം. അങ്ങനെ പല തരത്തിലുള്ള ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അവർക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ ഫീസിബിൾ അതായിരിക്കും ചെയ്യുക, അല്ലേ? സോ ബേസിക് ആയിട്ട് നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുന്നത് രണ്ട് സ്ഥലങ്ങളിലേക്കാണ്. അതായത് ഒന്ന് ഇൻഡോർ പേഷ്യൻസ്, സോ അതായത് നമ്മൾ IP പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇൻ പേഷ്യൻ്റ് എന്ന് പറയും കേട്ടോ. രണ്ടാമത് ഔട്ട്ഡോർ പേഷ്യൻസ് അല്ലെങ്കിൽ OP എന്ന് പറയും, ഔട്ട് പേഷ്യൻസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇൻ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യൻ്റ് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ അതർ സ്പെസിഫൈഡ് ഡിപ്പാർട്ട്മെന്റ്സുകളായിരിക്കും. സോ ഔട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഔട്ട്ഡോർ പേഷ്യൻ്റ് അല്ലെങ്കിൽ OP കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് പുറത്ത് പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാത്ത കാറ്റഗറിയാണ് ഔട്ട്ഡോർ പേഷ്യൻ്റ് അല്ലെങ്കിൽ OP പേഷ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാം. സോ OP സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യൻ്റ് അല്ലെങ്കിൽ ഔട്ട്ഡോർ പേഷ്യൻ്റ് എന്ന്, ഔട്ട്ഡോർ പേഷ്യൻ്റ് അല്ല, ഔട്ട് പേഷ്യൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഔട്ട് പേഷ്യൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യാൻ വന്ന് ഹോസ്പിറ്റലിൽ എടുക്കാൻ പറ്റും. ദർ ആംബുലേറ്ററി എന്ന് പറയും. അത് വാക്ക് ചെയ്ത് വന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ മേജറായിട്ട് 3 തരത്തിലാണ് ഔട്ട് പേഷ്യൻസ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് ജനറൽ ഔട്ട് പേഷ്യൻസ്. അതായത് നമ്മളെ ജനറൽ കണ്ടീഷൻസുകൾക്കും എമർജൻസി കണ്ടീഷൻസും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഇവിടെ റെഫേർഡ് കേസുകളില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പെട്ടെന്ന് ഡയറി വന്നു, ഹൈപ്പർ ടെൻഷൻ വന്നു, ഡയബറ്റീസ് വന്നു, ഫീവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജനറൽ ഔട്ട് പേഷ്യൻറ്റ് കാറ്റഗറിയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റുള്ള ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നിട്ട് റെഫർ ചെയ്യും. ഇപ്പോൾ എക്സാമ്പിൾ മെഡിക്കൽ, ഡെന്റൽ അല്ലെങ്കിൽ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റിനൊക്കെ. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് എമർജൻസി ഔട്ട് പേഷ്യൻ്റ്. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് കേസുകൾ വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്താ പറയുക, മെഡിക്കൽ ഹെൽപ്പ് ഡിമാൻഡ് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ മെഡിക്കൽ അറ്റൻഷനൊക്കെ ഡിമാൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന കാറ്റഗറിയാണ് എമർജൻസി ഔട്ട് പേഷ്യൻ്റ്. സോ ഈ 3 കാറ്റഗറീസ് ആണുള്ളത്. അത് നോക്കിക്കോളാം: ജനറൽ ഔട്ട് പേഷ്യൻ്റ്, റെഫേർഡ് ഔട്ട് പേഷ്യൻ്റ് ആൻഡ് എമർജൻസി ഔട്ട് പേഷ്യൻ്റ് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഇൻ പേഷ്യൻ്റ് സർവീസ് ആണ്. സോ IP സർവീസുകളിൽ നമ്മൾ കൊടുക്കുന്നത് ഒന്ന് ഇൻഡിവിജ്വൽ പ്രിസ്ക്രിപ്ഷൻ ഓർഡർ സിസ്റ്റം, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് കംപ്ലീറ്റ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം, കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഡ്രഗ് ഓർഡർ ആൻഡ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം, യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം ആൻഡ് ബെഡ്സൈഡ് ഫാർമസി ആണ്. സോ ഇത് ഇത്രയും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ഒരു പേഷ്യന്റിന് ലഭിക്കുന്ന സർവീസുകളാണ്. സോ ഓരോ ഹോസ്പിറ്റലും ഓരോ രീതി ആയിരിക്കും കേട്ടോ. അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. സോ ഇൻ പേഷ്യന്റ് സർവീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം ആണ്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഡോസുകളാണ്. അതായത് ഓരോ യൂണിറ്റ് ഡോസുകളായിരിക്കും ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിപ്പെൻഡിങ് അപ്പോൺ യൂണിറ്റ് ഡോസ് ടു പേഷ്യന്റ് കണ്ടെയ്നിങ് എമൗണ്ട് ഓഫ് ഡ്രഗ്, അതായത് അവർക്ക് എത്ര ഡ്രഗ് ആവശ്യമുണ്ടോ അതിന്റെ ഓരോ യൂണിറ്റ്സുകളായിട്ടായിരിക്കും കൊടുക്കേണ്ടാവുക കേട്ടോ. ദ യൂണിറ്റ് ഡോസ് ആർ എയ്തർ സ്റ്റോർ ഓർ ഡിസ്ട്രിബ്യൂട്ട് ഫ്രം മെനി ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. യൂണിറ്റ് ഡോസ് ആർ പ്രിപ്പയർഡ് ആസ് പെർ റിക്വയർമെന്റ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇൻ പേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ്. സോ ഇത് ഇൻ പേഷ്യന്റിനും ഔട്ട് പേഷ്യന്റിനും യൂസ്ഫുൾ ആണ്. സോ അത് മാത്രമല്ല, നമ്മൾ അവർക്ക് ആവശ്യമുള്ള മരുന്ന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ 5 ദിവസത്തേക്ക് എഴുതിയാൽ 5 ദിവസത്തേക്കുള്ള ഗുളികകൾ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു കണക്കാണ് കേട്ടോ. സോ യൂണിറ്റ് ഡോസ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം. ഇവിടെ എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് ഡോസ് ആർ ഡിസ്പെൻസ് ഫ്രം ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്. ഫാർമസി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നാണ് അവർക്ക് യൂണിറ്റ് ഡോസുകൾ ലഭിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ സെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം എന്നാണ് പറയുക. ഇനി യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്നാണ് ലഭിക്കുന്നത്, അതർ ദൻ ഫാർമസിയിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് യൂണിറ്റ് ഡോസ് ഡിസ്പെൻസിങ് സിസ്റ്റം എന്ന് നമ്മൾ പറയും. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ഉണ്ടായിരിക്കും, കൺട്രോൾ ഓവർ ബൈ ദി ഫാർമസി ആയിരിക്കും കേട്ടോ യൂണിറ്റ് ഡോസ് ഡിസ്പെൻസ് സിസ്റ്റം. ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യമാണ്, അധികം വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കണം. സോ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റ് ഷുഡ് ബി പേ ദ കോസ്റ്റ് ഓഫ് മെഡിസിൻ. ഒന്ന്, അവർ വാങ്ങുന്നതിന് പൈസ കൊടുത്തല്ലേ പറ്റുള്ളൂ. പർച്ചേസിങ് കോസ്റ്റ് ആൻഡ് ബഡ്ജറ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. പേപ്പർ വർക്ക് ഇസ് ലെസ് അറ്റ് നഴ്സിംഗ് യൂണിറ്റ് ആസ് വെൽ ആസ് ദ ഫാർമസി. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വാൻറ്റേജിൽ പേപ്പർ വർക്ക് കുറവാണ്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്തല്ലേ പോവാം. സോ അതേയുള്ള അഡ്വാൻറ്റേജ് പറയും. ബാക്കിയൊക്കെ എന്താ പറയുക, അപ്പോഴത്തെ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അല്ലേ, നമ്മൾ യൂണിറ്റ് ഡോസ് ആയതുകൊണ്ട് വാങ്ങുന്നതനുസരിച്ച് പൈസ അവിടെ അവർക്ക് കിട്ടുന്നുണ്ട്. സോ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ
അറിയാൻ പറ്റും. സോ ഡിസഡ്വാൻറ്റേജ് എങ്കിൽ മാൻ പവർ അത്യാവശ്യമാണ് റീപാക്കേജിങ്ങിനൊക്കെ, പിന്നെ പ്രീ പാക്കിങ്ങിനും ഒക്കെ. റീപാക്കേജിങ്ങില്ല, പ്രീ പാക്കിങ്ങിന്. കാര്യം യൂണിറ്റ് ഡോസ് എടുത്ത് മാറ്റി വെക്കണമല്ലോ. സോ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സ്, മെഷീൻസ് ആവശ്യമാണ്. പിന്നെ യൂണിറ്റ് ഡീപ്പിംഗ് ഷുഡ് ബി ഹാൻഡ് ബൈ സ്കിൽഡ് പേഴ്സൺ. സോ സ്കിൽഡ് പേഴ്സൺ ആവശ്യമാണ്. സോ ഇതൊക്കെ ഒരു പൊട്ട ന്യായം, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ, അല്ലാണ്ട് PSCക്ക് ഒന്നും വലിയ കാര്യമില്ല. സോ ഫ്ലോ വാർഡ് സ്റ്റോക്ക് സിസ്റ്റം ആണ് നെക്സ്റ്റ് പറയുന്നത്. സോ നോർമലി ഫ്ലോ വാർഡ് സ്റ്റോക്ക് സിസ്റ്റം കൂടുതലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലാണ് കാണാറുള്ളത്. ഈ സിസ്റ്റത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാർമസി സ്റ്റോർ ആയിരിക്കും കൂടുതലും വാർഡുകളിലേക്ക് ഓർഡർ അനുസരിച്ചിട്ട് ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ സൂപ്പർവിഷൻ അനുസരിച്ച് ഡ്രഗുകൾ കൊടുക്കുക. ഓക്കെ, ഒന്നും കൂടെ പറയാം. അതായത് ഇൻ ദി സിസ്റ്റം ദ ഡ്രഗ്സ് ആർ സ്റ്റോർഡ് ഇൻ ദ ഫാർമസി സ്റ്റോർ, സപ്ലൈ ടു ദ വാർഡ് വെൻ ഓർഡേർഡ് ആൻഡ് ആർ സൂപ്പർവൈസ്ഡ് ബൈ എ രജിസ്റ്റേർഡ് നഴ്സ് അറ്റ് ദ നഴ്സിംഗ് സ്റ്റേഷൻ. മനസ്സിലായോ? ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നിങ്ങൾ ഫാർമസിയിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ കിട്ടും, ഇത്ര മരുന്ന് വേണം എന്ന് പറയും. അത് നിങ്ങൾ നഴ്സിന്റെ സൂപ്പർവിഷനിൽ നിങ്ങൾ എന്താ ചെയ്യുക, മരുന്ന് അവിടെ എത്തിക്കുന്നു എന്നുള്ളതാണ്. സോ അവിടെ 2-3 തരത്തിലാണ്. ദ ഫേസ്റ്റ് വൺ ഈസ് ചാർജ് ഡ്രഗ്സ്. അതായത് നമ്മളിവിടെ എന്താ ചെയ്യുക, ചാർജ്ഡ് ഫ്ലോ സ്റ്റോക്ക് സിസ്റ്റം ആണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് പേഷ്യന്റ് അവർക്ക് എത്ര മെഡിസിൻ എടുക്കുന്നു എന്നുള്ളത് അവരുടെ പേഷ്യന്റ് അക്കൗണ്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. സോ എത്രയാണോ റിക്വയർമെന്റ് അനുസരിച്ച് അവർ അവിടെ പേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നോൺ ചാർജ് എന്ന് പറഞ്ഞാൽ ഇവിടെ മെഡിസിൻസ് എല്ലാം നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ ടൈം ടു ടൈമിൽ പോവുകയാണ്. ഡയറക്ട്ലി പേഷ്യന്റിന്റെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യില്ല, പൈസ ചാർജ് ചെയ്യില്ല. മറ്റത് ഡയറക്ട്ലി പേഷ്യന്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യും, മറ്റത് ഡയറക്ട്ലി എന്ത് ചെയ്യില്ല, പേഷ്യന്റ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യില്ല. ദ മെഡിക്കേഷൻസ് ആർ സ്റ്റോക്ഡ് ഓൺ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് അറ്റ് ഓൾ time, but they are not directly charged to the account of the patients. Okay അല്ലേ, സംഭവം പിടികിട്ടി, മനസ്സിലായി. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനും അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ അഡ്വാൻറ്റേജ് ആണെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് കുറവാണ്, കാര്യം നഴ്സിംഗ് സ്റ്റേഷനിൽ അവൈലബിൾ ആയിരിക്കും. സോ മെഡിസിൻസ് പെട്ടെന്ന് കിട്ടാറുണ്ട്, എമർജൻസി മെഡിസിൻസ് പെട്ടെന്ന് കിട്ടും. പിന്നെ പേഷ്യൻസ് ഡിസ്പെൻസ് ചെയ്യാൻ അത്രയും വേണ്ടി വരില്ല അല്ലെ. സോ നമ്പർ ഓഫ് പേഷ്യൻസ് റിക്വയർഡ് ഫോർ ഡിസ്പെൻസിങ്, സോ അത് കുറവായിരിക്കും കേട്ടോ. സോ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ മെഡിക്കേഷൻ എറർ ഉണ്ടാവും. മെഡിക്കേഷൻ എറർ ആർ നോട്ട് മിനിമൈസ്ഡ്, ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം നേഴ്സ് അല്ലേ കൊടുക്കുക, ഫാർമസിസ്റ്റ് അല്ലല്ലോ കൊടുക്കുന്നത്. സോ ഇറ്റ് ഇൻക്രീസ് the word loading of nursing, അതായത് വർക്ക് ലോഡ് ആണ് കേട്ടോ. സോ നഴ്സിന്റെ വർക്ക് ലോഡ് കൂട്ടും എന്നുള്ളതാണ്. സോ റിവ്യൂ ഓഫ് പ്രിപ്പറേഷൻ ബൈ ഫാർമസിസ്റ്റ് നോട്ട് പോസിബിൾ. സോ ഒരു ഫാർമസിസ്റ്റിന് റിവ്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഭയങ്കര ഇവിടെ കുറവാണ് എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ട സെൻട്രൽ സ്റ്റെറൈൽ സർവീസ് ഏരിയ ആണ്. സോ ഒരു സെൻട്രൽ സ്റ്റെറൈൽ സർവീസ് ഏരിയ എന്ന് പറയുമ്പോൾ പേര് പറയുന്നത് പോലെ തന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ സെൻട്രൽ സ്റ്റെറൈൽ സർവീസ് ഏരിയ ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സിറിഞ്ച്, ട്യൂബിങ്സ്, ഇൻട്രാവീനസ് എക്സെട്ര ഒക്കെയാണ് എക്സാമ്പിൾ വരിക. സോ ഇവരായിരിക്കും പ്രൊക്യൂർ ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, മാനുഫാക്ചർ ചെയ്യുക. സ്റ്റെറൈൽ സൊല്യൂഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യട്ടെ, സ്റ്റെറൈൽ എക്യുപ്മെന്റ്സ് സ്റ്റെറിലിറ്റി, ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സെൻട്രൽ സ്റ്റെറൈൽ സർവീസ് ഏരിയ ആയിരിക്കും കേട്ടോ. സോ ഇവിടെ സെൻട്രൽ സ്റ്റെറൈൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ ഫോളോയിങ് ഒബ്ജക്റ്റീവ്സ്. കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദ ഫസ്റ്റ് വൺ ഈസ് മെയിൻറ്റെയിൻ ഓപ്പറേഷൻ തിയേറ്റർ സപ്ലൈ. സോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലുള്ള സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റെറിൽ സാധനങ്ങൾ കൊടുക്കണം എന്നർത്ഥം അല്ലേ. സോ ക്ലെൻസ് ആൻഡ് സ്റ്റെറിലൈസസ് ഓൾ ഹോസ്പിറ്റൽ സപ്ലൈ. സോ സ്റ്റെറിലൈസേഷൻ മേക്സ് ആൻ ആക്യുറേറ്റ് ഇൻവെന്ററി ഓഫ് ഓൾ ഹോസ്പിറ്റൽ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. സോ ഒരു ആക്യുറേറ്റ് ഇൻവെന്ററി കീപ്പ് ചെയ്യുന്നുണ്ട്. കോൺട്രിബ്യൂട്ട് ടു എഡ്യൂക്കേഷൻ പ്രോഗ്രാം, ഡെവലപ്പ് എ കോസ്റ്റ് എഫക്റ്റീവ് പ്രോഗ്രാം ബൈ കോസ്റ്റ് അനാലിസിസ് ഓഫ് പേഴ്സണൽ സപ്ലൈസ് എക്യുപ്മെന്റ്. സോ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. അവർക്ക് ആവശ്യമുള്ള സ്റ്റെറിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക, സപ്ലൈ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുക കേട്ടോ. സോ അതാണുള്ളത്. പിന്നെ ലൊക്കേഷൻ ഓഫ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈസ് റൂം എവിടെ ആയിരിക്കണം എന്നുള്ളത്, ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം. സോ അവർക്ക് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും. അതുമാത്രമല്ല അവർക്ക് കൂടുതൽ ഫർദർലി എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കണം. അതുമാത്രമല്ല ഫാർമസി ഡിപ്പാർട്ട്മെന്റിന് അടുത്തുമായിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇതൊക്കെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ, നമുക്ക് DPharm ലെവലിൽ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് PSCന്റെ ഭാഗത്തിൽ വലിയ ഉപയോഗമൊന്നുമില്ല, അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് ബെഡ് സൈഡ് ഫാർമസി. പറയുന്ന പോലെ തന്നെ നമ്മുടെ ബെഡിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത് മരുന്നുകൾ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ റൗണ്ട്സിന് പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവിടെ മെഡിക്കേഷൻസ് കൊണ്ടെത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. സോ മെഡിക്കേഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു ലൈഫ് സേവിംഗ് ഡ്രഗ് മേ ബി കെപ്റ്റ് അറ്റ് ദ ബെഡ് സൈഡ് ഓർ ഓർഡർഡ് by
physician not more than one strip shall be life to the patient. സോ ബേസിക്കലി എമർജൻസി മെഡിസിൻസ് അവിടെ റീഫിൽ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല അവർക്ക് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിന്റെ ഓർഡർ അനുസരിച്ചും ഡ്രഗ്സുകൾ അവിടെ റീഫിൽ ചെയ്യാറുണ്ട്. പക്ഷെ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഒരു സ്ട്രിപ്പ് ആയിരിക്കും മാക്സിമം നമ്മളവിടെ വെക്കാൻ, കൂടുതൽ നമ്മൾ വെക്കില്ല. കാരണം ഡ്രഗ് മിസ്യൂസ് ഉണ്ടാവാനോ അല്ലെങ്കിൽ മെഡിക്കേഷൻ എറർ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ റോൾ ഓഫ് ഫാർമസിസ്റ്റ് അറ്റ് ബെഡ് സെറ്റ് ഫാർമസി എന്ന് വെച്ചാൽ അവർ എപ്പോഴും ആ ഡിസീസിനെ പറ്റി ബ്രീഫ്ലി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അത് കാരണം ഉണ്ടാവുന്ന പ്രോബ്ലംസ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ മുമ്പിൽ നോക്കിയിട്ടുണ്ടായിരിക്കണം. അതുമാത്രമല്ല ബെഡ് സെറ്റ് ഫാർമസി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിസിൻസ് അവിടെ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് മേജർ പ്രിൻസിപ്പിൾ. സോ അത് ഡിമാൻഡ് ചെയ്യാണ്ട് പോലും റാഷണൽ ആയിട്ടുള്ള എന്തായിരിക്കണം സപ്ലൈ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ നഴ്സിംഗ് സ്റ്റാഫിനെയൊക്കെ ഗൈഡ് ചെയ്യണം, എങ്ങനെയാണ് മെഡിസിൻ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ബെഡ് സെറ്റ് ഫാർമസിൻ്റെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. ഞാനിത് ഒന്ന് നിങ്ങളെ ഓടിച്ച് പറഞ്ഞു തന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ പോലും പറയേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, ഇതെല്ലാം നമുക്ക് അറിയാമെന്നുള്ളതാണ്, വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം. സോ ആ പേരുകൾ മാത്രമേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോളൂ, ബാക്കിയൊന്നും അങ്ങനെ കൺഫ്യൂസ്ഡ് ആവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക, പേരുകൾ മാത്രം നോക്കി വെക്കുക, ടൈം അധികം എടുക്കരുത് കേട്ടോ, പെട്ടെന്ന് തീർക്കാണ്ട് ശ്രമിക്കണം. സോ നെക്സ്റ്റ് ഇട്ട് കാണാം. താങ്ക് യു. ബൈ.